വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലം ലേണിംഗ്. സൈലം ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക്, ശ്രുത ടീച്ചറിന്റെ ക്ലാസ്സിലേക്ക്, മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ടീച്ചർ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് പരീക്ഷയോട് അടുപ്പിച്ചല്ലേ, പരീക്ഷ അടുത്തിരിക്കുകയാണ്, അതുകൊണ്ട് കുറച്ചധികം കാര്യങ്ങൾ പറഞ്ഞു തരാം എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പൊ എൻ്റെ മക്കൾക്ക് ടീച്ചർ പറയാൻ പോകുന്നത് നമ്മൾ പഠിക്കുന്നത് ഹോക്കി മാന്ത്രികൻ എന്ന് പറയുന്ന ഒരു പാഠമാണ്. അപ്പോൾ കായിക താരങ്ങളെ കുറിച്ച് നമ്മൾ അറിയേണ്ടതുണ്ട്. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് ആരാണ്? നിങ്ങൾ പറഞ്ഞ പയ്യോളി എക്സ്പ്രസ്, അത് മറ്റാരുമല്ല, PT ഉഷ. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ ജനിച്ച PT ഉഷയാണ് അല്ലെ, കേരളത്തിന്റെ അല്ലെങ്കിൽ ഇന്ത്യയുടെ അഭിമാന താരമായി മാറിയ ഓട്ടക്കാരി. അപ്പൊ പയ്യോളി എക്സ്പ്രസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ PT ഉഷയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പഠിക്കുന്നത്. മക്കൾ നോക്കണം, ഇന്ത്യയിലെ ഏറ്റവും മികച്ച കായിക താരങ്ങളിൽ ഒരാളായിരുന്നു ആര്? PT ഉഷ. കോഴിക്കോട് ജില്ലയിലെ പയ്യോളിയിൽ 1964 ജൂലൈ 27 PT ഉഷ ജനിച്ചത്. ഇന്ത്യ കണ്ട കാലത്തെയും മികച്ച ഓട്ടക്കാരിയാണ് PT ഉഷ. 1984 പത്മശ്രീ ബഹുമതിയും അർജുന അവാർഡും ഉഷ കരസ്ഥമാക്കി. 1985 86 ലോക അത്ലറ്റിക്സിലെ മികച്ച 10 താരങ്ങളിൽ ഒരാൾ ഉഷയായിരുന്നു. 1980 മോസ്കോ ഒളിമ്പിക്സിലാണ് ഉഷയുടെ അരങ്ങേറ്റം എന്ന് പറയുന്നത്. 1982 ഡൽഹിയിലെ നടന്ന ഏഷ്യാഡിലെ 100 മീറ്റർ ഓട്ടത്തിലും അതുപോലെ 200 മീറ്റർ ഓട്ടത്തിലും വെള്ളി മെഡലാണ് ഉഷയ്ക്ക് കിട്ടിയത്. ഏഷ്യൻ ഗെയിംസിലും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിലും കൂടെ 13 സ്വർണമടക്കം 33 മെഡലുകൾ നേടി. ദേശീയവും അന്തർദേശീയവുമായ 102 മെഡലുകളാണ് PT ഉഷ നേടിയത്. ഇപ്പോൾ വളർന്നു വരുന്ന കായിക പ്രതിഭകളെ പരിശീലിപ്പിക്കാൻ ഇവിടെ കോഴിക്കോട് തന്നെ ഒരു ഉഷ സ്കൂൾ ഓഫ് അത്ലറ്റിക്സ് നടത്തി വരികയാണ്. ആര്? നമ്മുടെ PT ഉഷ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും PT ഉഷ അവരുടെ ഈ ഒരു സ്ഥാപനത്തിൽ പോയിട്ട് പഠിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ മുതിർന്നു കഴിഞ്ഞാൽ ഈ ഒരു അവസരം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ PT ഉഷ എന്ന് പറയുന്നത് നമുക്കറിയാം, നമ്മുടെ അഭിമാന താരമാണ്. ഈ ഒരു പാഠഭാഗം പഠിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഒട്ടേറെ കായിക താരങ്ങളെ നമ്മൾ പരിചയപ്പെടേണ്ടതുണ്ട്. അപ്പോൾ കേരളത്തിന്റെ അഭിമാനമായ PT ഉഷയെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പരിചയപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ ഇതെല്ലാവരും എന്ത് ചെയ്യുക, ഇതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇത് ഒരു കുറിപ്പ് എഴുതുക, അല്ലെങ്കിൽ PT ഉഷ ലഘു ജീവചരിത്ര കുറിപ്പ് എഴുതുക എന്നൊക്കെ പറയുമ്പോൾ ഈ ഒരു കാര്യം എൻ്റെ മക്കൾക്ക് ഉപയോഗപ്പെടുത്താം. ടീച്ചർ ഒരു കാര്യം പറയാൻ മറന്നു, വാട്സപ്പ് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്ത മക്കൾ ഉണ്ടെങ്കിൽ എല്ലാവരും കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. നമ്മുടെ ലൈവ് ക്ലാസ്സിന്റെ നോട്ടുകളെല്ലാം നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ് കേട്ടോ. മറ്റൊരു വീഡിയോ ആയിട്ട് ടീച്ചർ വീണ്ടും വരാം. അതുവരേക്കും ബൈ.